ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഒരു ദൈവ പൈതൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. ഒരു ദൈവ പൈതൽ മറ്റുള്ളവൻ്റെ തകർച്ചയിൽ നിന്ന് വിടുവപ്പാൻ അവനെ ശക്തീകരിക്കുന്നവനാകണം. ഒരു ദൈവ പൈതൽ മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ആദിയും ഭീതിയും വരുത്തുന്നവനാകാതെ ആശ്വാസം പകരുന്നവനായി തീരണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തോട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 275 പേർ ആശ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പൗലോസ് അവരെ ധൈര്യപ്പെടുത്തി അവരോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വലിയൊരു തകർച്ചയെ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ട് അതിൽ 275 പേരും ഇപ്പോൾ ആയിരിക്കുന്ന തകർച്ചയുടെ നടുവിൽ നിന്നൊരു വിടുതലില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി വളരെ ഭയാനകമായിട്ടുള്ളതാണ്. അദ്രിയ കടലിടുക്കിൽ കഴിഞ്ഞ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ, ദിശയറിയാതെ ദിക്കറിയാതെ കാറ്റിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ബന്ധമുള്ള ഭക്തൻ പറയുകയാണ്, അവൻ കുലുങ്ങാതെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല, അവരാഹാരം പോലും കഴിക്കാതെ നിരാശപ്പെട്ട് ഈ കടലിൽ താണുപോകുമെന്ന് തങ്ങളെ തന്നെ ഉറപ്പിക്കുമ്പോൾ അവരുടെ നടുവിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തിട്ട് അവരെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല, അവരെ ഉറപ്പിക്കുക, നിങ്ങൾ തകർന്നു പോകത്തില്ല, നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പ് അവർക്ക് കൈമാറുമ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് ആഹാരം കഴിച്ച് ധൈര്യപ്പെടാനിടയായെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നത്, കുഞ്ഞേ, നീ ദൈവത്തോട് ബന്ധമുള്ളവനായിരിക്കണം. ആ ബന്ധം മറ്റൊരുവൻ്റെ തകർച്ചയിൽ നിന്ന്, മറ്റൊരുവൻ്റെ പതനത്തിൽ നിന്ന്, മറ്റൊരുവൻ്റെ വേദനയിൽ നിന്ന് അവനെ പുറത്തെടുക്കുവാൻ ശക്തീകരിക്കാൻ പ്രാപ്തിയുള്ളവനായി തീരണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ധൈര്യപ്പെടുത്തുമ്പോൾ, ഒരു ദൈവ പൈതൽ ഉപ്പിൻ്റെ ഗുണമുള്ളവനായിരിക്കണം, ഉപ്പിൻ്റെ സ്വഭാവമുള്ളവനായിരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ആ ഉപ്പ് മറ്റൊരുവൻ്റെ ജീവിതത്തിൽ രുചി വരുത്തുന്നതും മറ്റൊന്നിനെ കേടുകൂടാതെ ഇരിപ്പാൻ ഉതകുന്നതുമാകുന്നെങ്കിൽ, അതിനുവേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ, ഒരു ദൈവ പൈതൽ മറ്റൊരുവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തെ പകരുവാൻ, സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ, ബലമുള്ളവരായിരിക്കാൻ, ധൈര്യമുള്ളവരായിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് മറ്റൊരുവൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി മറ്റൊരുവനെ തകർക്കാൻ ഓടുന്ന ലോകത്തിന് നടുവിൽ വ്യത്യസ്തരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ കൈത്തിരികൾ വിരിയിക്കുന്നവരായി മാറാൻ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. അതിന് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറട്ടെ. നിങ്ങൾ മറ്റൊരുവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായി മാറട്ടെ. അതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തണമെങ്കിൽ നാം അവനോടുള്ള ബന്ധത്തിലായിരിക്കണം. കർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ദൈവഭക്തൻ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറും. അങ്ങനെയുള്ള ദൈവഭക്തനും ഭക്തയുമായി മാറാൻ കർത്താവ് എന്നെയും നിങ്ങളെ ഇടയാക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.